ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു BMJ മ്യൂസിക് കപ്പിൾ. ദ ബാഡ്സ് ഓഫ് ബോളിവുഡിൻ്റെ പ്രിവ്യൂ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അപ്പു വന്നിട്ടില്ല. അപ്പു നല്ല ക്ഷീണമുണ്ട്, രാത്രിയൊന്നും ഉറങ്ങിയില്ല. അപ്പോൾ അപ്പവും കുഞ്ഞും കൂടെ ഉറങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. पर ये शहर सबका नहीं होता। और इस सपनों की दुनिया में कुछ लोग हीरो के घर पैदा होते हैं और कुछ लोग हीरो पैदा होते हैं। स्टारडम के लिए कुछ भी करोगे? नॉट एट ऑल सर। तो तुम्हें स्टार नहीं बनना। सितारा तो बहुत है सर, लेकिन आसमान से नहीं। भाई हिट दिया है तू। चलना बाहर जाएंगे, खाएंगे पीएंगे, दोनों भाई मिलकर सेक्स करेंगे। आंटी वो अलग करेगा, मैं अलग करेगा। तो कैसा लगता है इंडिया के सबसे बड़े स्टार की बेटी होना, जिसके आने से पूरी दुनिया हिल जाए, जिसका आप सबको है इंतजार। हम बनाएंगे इंडिया का सबसे बड़ा फैमिली ड्रामा। एंड बाकी सब क्यों? What a party, क्या party, superb party. ഓ സൽമാൻ. Bullshit party. और पिक्चर का टाइटल होगा टेंशन नहीं लेने का, अंदर जाके लोग और भी फेमस हो जाते हैं। കൊള്ളാം. അത് സംഭവം പ്രിവ്യൂ കണ്ടിട്ട് ഇതൊരു ആക്ഷൻ ത്രില്ലർ പടമായിട്ടാണ് തോന്നുന്നത്. ബോബി ഡോയോളുണ്ട്, പിന്നെ സൽമാൻ ഖാൻ, രൺവീറിനെ കാണിക്കുന്നുണ്ട്. ഇവരൊക്കെ ഗസ്റ്റ് റോളാണെന്നൊന്നും അറിഞ്ഞുകൂടാ. എൻ്റെ ടൈറ്റിൽ തന്നെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരിനി ഗസ്റ്റ് റോളാണോ അങ്ങനെയൊക്കെ ഉള്ളത് സിനിമ കണ്ടാൽ മാത്രമേ അറിയാവൂ. നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് വരുന്നത്. അപ്പോൾ 18-ാം തീയതിയാണ് ഇതിൻ്റെ റിലീസൊക്കെ വരുന്നത്. ആര്യൻ ഖാൻ ഡയറക്ഷൻ ചെയ്യുന്ന ഒരു പടമാണ്. അപ്പോൾ അറിയാലോ, ഷാറുഖ് ഖാൻ്റെ മകനായതുകൊണ്ട് തന്നെ ഒരുപാട് ഫിലിംസൊക്കെ കണ്ട് നല്ല പരിചയം കാണും. ഓരോന്നും കണ്ണിങ് ആയിട്ട് നല്ല പഠിച്ചായിരിക്കും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിഷ്വലിയും ഡയറക്ഷൻ വൈസും കഥയൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് 18-ാം തീയതി ഇറങ്ങുമ്പോൾ കാണാം. അതായിരിക്കും നല്ലത്. ഇത്രയും ബോളിവുഡിൽ ഇത്രയും കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സമയത്ത് ഇതിൻ്റെ ഇടയിൽ ഷാരൂഖ് ഖാൻ്റെ മകനും മത്സരമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും പുള്ളിക്കാരൻ ഒരു ഫിലിം ഫാമിലിക്കകത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ മുൻനിരയിൽ തന്നെ എന്തായാലും വന്ന് നിൽക്കും. അതെന്തായാലും ഉറപ്പാണ്. വിഷ്വലി അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് എന്തായാലും നന്നായിട്ട് പഠിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് എന്നുള്ളത് ആ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമുക്ക് സെപ്റ്റംബർ 18-ന് സംഭവം കാണാം. കണ്ടു നോക്കിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ലവ് യു ആൾ.